പത്തനംതിട്ടയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോഴേ വന്നൊരു മാറ്റത്തിലൊന്നാണ് ഈ മീൻകറി വെക്കൽ. ഇവിടെ ട്രിവാൻഡ്രത്ത് എല്ലാവരും തേങ്ങയൊക്കെ അരച്ച് തക്കാളിയും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ടിട്ടാണ് മീൻകറി വെക്കുന്നത്. എന്നാൽ നമ്മുടെ പത്തനംതിട്ട കോട്ടയം ഭാഗത്തൊക്കെ മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചാണ് വെക്കുന്നത്. ഇറക്കിയിട്ട് മൂപ്പിച്ചെന്നൊക്കെ തിരുവനന്തപുരത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ എക്സ്ട്രാ തേങ്ങ ഒക്കെ അരച്ചിട്ടാണ് ചേർക്കുന്നതെന്ന്. അതേപോലൊക്കെ പുളിയിലും വ്യത്യാസമുണ്ട്. അങ്ങോട്ടൊക്കെ കുടംപുളിയാണെങ്കിൽ ഇവിടെയൊക്കെ പിഴുപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ടേസ്റ്റുകളിലും ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. എന്തുകൊണ്ടോ കൊച്ചുനാളിൽ ശീലിച്ച ഈ കുടംപുളി ഇട്ട മീൻകറിയാണ് നാവിനൊരു സുഖം കിട്ടുന്നത്. അപ്പം അത് തന്നെ പരീക്ഷിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ കടുകിട്ട് കൊച്ചുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പൊടിവകകളെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ച് തക്കാളി ഇട്ടൊന്ന് വഴറ്റി കുറച്ച് വെള്ളം, അതായത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോൾ ആ വെള്ളം നല്ലപോലെ തിളച്ച് വരും. ആ തിളയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മീനിനെ എല്ലാം പെറുക്കിയിട്ട് ഒപ്പം കുടംപുളിയും കൂടി ഇടാൻ മറക്കല്ലേ, അതും ഇട്ട് നല്ലതുപോലൊക്കെ ഒന്ന് മിക്സാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഈ മീനിനെ ഒന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി. 10 മിനിറ്റ് കൊണ്ട് വേവും നല്ലപോലെ ഒന്ന് വറ്റിയും കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൂടി ഒന്ന് തുറന്ന് നോക്കണം. അപ്പം തന്നെ വരുന്നൊരു സ്മെല്ലുണ്ട്. അത് അവിശ്വസനീയമാണ്, അവർണ്ണനീയമാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് പൊടിയാതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി റെഡിയാണ്. താങ്ക് യു.